പ്രിയമുള്ളവരെ, ECA ടാക്കീസ് നിങ്ങളേവരെയും ഞങ്ങളുടെ ഈ നാടകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ നാടകത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇതിൻ്റെ രചനയും സംവിധാനവും സാങ്കേതിക മേഖലകളും രംഗാവിഷ്കാരവുമെല്ലാം ECA കുടുംബാംഗങ്ങൾ മാത്രമാണ് ചെയ്തത് എന്നതാണ്. ഈ നാടകത്തിൻ്റെ രചന സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് നമ്മുടെ കുഞ്ഞനുജനായ അപ്പു രാധാകൃഷ്ണനാണ്. രംഗത്ത് നിങ്ങൾക്ക് പരിചിതരായ 10ഓളം ECA അംഗങ്ങൾ. ECA ടാക്കീസ് അവതരിപ്പിക്കുന്ന സാമൂഹ്യ നാടകം അതിരുകൾ ദൈവമേ, ഇത് വലിയ കഷ്ടമായല്ലോ. രാത്രി കിടക്കാൻ പോകുമ്പോൾ വെയിൽ ശരിയായ രീതിയിലായിരുന്നു. ഇത് നോക്കി ഇപ്പൊ അവൻ ഇങ്ങോട്ട് തള്ളി വെച്ചിരിക്കുന്നു. ഹരി, എടാ ഹരി, ഇവനെന്താ രാവിലെ കുരുപൊട്ടിയോ? എന്താടാ നിനക്ക് എത്ര പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ? എന്തോന്ന് രാത്രിയിൽ വേലി തള്ളി നീക്കുക? മനസ്സിലാവില്ല നീ? അനാവശ്യം പറയരുത്. വേലി തള്ളി നീക്കുന്ന അല്ല, ഇതിപ്പോ കണ്ടിട്ട് നീ വേലി എന്റെ പരേടത്തിലോട്ട് നീക്കി വെച്ച പോലെ ഉണ്ടല്ലോടാ. മര്യാദക്ക് അങ്ങോട്ട് തിരിച്ചു വെച്ചോളണം. അത് നല്ല കാര്യം. രാത്രി ഇച്ചിരി വേലി തള്ളി നീക്കി എന്റെ സ്ഥലം എടുക്കുന്നത് നീ, എന്നിട്ട് ഞാൻ തള്ളി നീക്കുന്നല്ലേ? കള്ള, സൂക്ഷിച്ച് സംസാരിക്കണം. കള്ളനെ പിന്നെ കള്ളനെ നല്ല എന്ത് വിളിക്കാനാ? കള്ള. ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം കള്ളനാരാന്ന്. എടാ നാണമില്ലാതെ എന്റെ മാവിലെ മാങ്ങ മൊത്തം വോട്ട് ചെയ്തെന്നാണ് അല്ലടാ നീ. എന്നിട്ട് അത് പോരാഞ്ഞിട്ട് നീ എന്റെ പുരയുടെ കൂടെ വേലി ഇങ്ങോട്ട് തള്ളിയിരിക്കുക. മര്യാദ തിരിച്ചു വെച്ചോ. മോഷ്ടിച്ചു അല്ലേ? പിന്നെ അല്ലാതെ എന്റെ പറമ്പിൽ വീഴുന്ന മാങ്ങ മാത്രമേ ഞാൻ പെറുക്കി തിന്നിട്ടുള്ളൂ. നിനക്ക് അത്ര വലിയ ഇതാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നീ പോയി ഇതിന്റെ മാവിനോട് പറ ഇങ്ങോട്ടൊന്നും ഇടണ്ടെന്ന്. ഓടാ, ഇത് നല്ല ന്യായം. ഇങ്ങനെ പോയാ എന്റെ ഉടുതുണി പറഞ്ഞ് അങ്ങോട്ട് വീണാ നീ അതെടുത്ത് ഉടുക്കുമല്ലോടാ വാങ്ങിട്ടവനെ. ഇടാ, ഒരു നാണം വേണം ഒരുത്തന്റെ മാവിലെ മാങ്ങ മോട്ടിച്ച് നിൽക്കുന്നതിനൊക്കെ. അയ്യേ, നിന്റെ മാവാ? പിന്നല്ലാതെ. എടാ, അതിന്റെ വേര് മുഴുവൻ എന്റെ സ്ഥലത്തായിരിക്കുന്നത്. അതുകൊണ്ട് നിന്റെ മാത്രമാണെങ്കിൽ ഇതൊക്കെ വലിച്ചു പറിച്ച് നീ അങ്ങോട്ട് കൊണ്ടുപോക്കോ. വേര് മാത്രം ആക്കണ്ടടാ, ഈ മാവിന്റെ കൊമ്പും ഇലയും മാങ്ങയും എല്ലാം പറിച്ച് നിന്റെ വീടിന്റെ മേട്ടിലോട്ടിടാം. അപ്പൊ നിനക്ക് സുഖമായിട്ട് നിന്ന് തിന്നാലോ. എന്താ ഭീഷണിയാ? ആണെങ്കിൽ നിനക്ക് അത്ര തരുള്ളൂ. എന്താ കാണണം? പിന്നല്ലോ, എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലോ മാങ്ങക്ക് അതിന് തോന്നുന്ന സ്ഥലത്തേ പോകുള്ളൂ. വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിങ്ങളിങ്ങ് പോന്നെ. അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്ക്. ജാനകി, നിന്റെ ഭർത്താവിനെ വിളിച്ച് പോവാൻ നോക്ക്. രാവിലെ തന്നെ മനുഷ്യന്റെ സമാധാനം കളയാൻ വേണ്ടിട്ട്. എല്ലാം ഇപ്പൊ അങ്ങനെയായ രാവിലെ തന്നെ വയ്യാവേലിയും കൊണ്ട് ആരാ ഇങ്ങോട്ട് വന്ന്? എന്നാലേ നിന്റെ ഭർത്താവിനോട് വേലി ഞമ്മളെ സ്ഥലത്തേക്ക് വെക്കല്ലാന്ന് പറ. അയ്യോ, അതിനാർക്ക് വേണം എന്റെ പൊട്ട സ്ഥലം? എന്താടി പറഞ്ഞേ? പൊട്ട സ്ഥലം. ഈ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കപ്പയും കിഴങ്ങും കിട്ടുന്ന ഭൂമിയായത് അറിയാലോ. അയ്യോ, ഒരു പൊട്ട കപ്പ. നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ കെട്ടിയാനെ വിളിച്ച് പോവാൻ നോക്ക്. ആര് പ്രശ്നം ഉണ്ടാക്കിയെന്നാ ഈ പറയുന്നേ? എന്റെ കെട്ടിയോട് ചോദിച്ചോക്ക്. എന്റെ അടുത്ത് അമ്മ, നിങ്ങൾ രണ്ടും രാവിലെ തന്നെ ഇതുങ്ങളോട് അടിയിട്ട് സമയം കളഞ്ഞോ? വണ്ടി എത്തി, ഞാൻ ഇറങ്ങാം. മോളെ എല്ലാം എടുത്തായിരുന്നോ? എല്ലാം എടുത്തു. തള്ളേ, സ്വന്തം കാര്യം നോക്കി നടന്നോണം, ചുമ്മാ ഇങ്ങോട്ടുണ്ടാക്കാൻ വരല്ലേ. ഈ പെണ്ണ് എന്തോന്ന് ഡ്രസ് ഇട്ടിരിക്കുന്നു? ആ പെണ്ണ് ബോംബെ പോയിട്ട് വർഷങ്ങളായില്ലേ. മോൾ ഈ വിക്കൽ പറഞ്ഞത് കാര്യാക്കണ്ട. അത് ഈ സ്ത്രീ പറയുന്നത് ആര് കാര്യാക്കാൻ? മോള് ചെല്ലി. പിന്നെ എത്തിരി വിളിക്കണേ, മറന്നുപോലെ. ശരി, ഓക്കെ. മാളുവിന്റെ വായി കിടക്കുന്ന കേട്ടപ്പോ രണ്ടിനും സമാധാനമായി കാണും. അതെ, പെൺപിള്ളേരുണ്ടായാലേ നേരെ ചുവ വളർത്തണം, ഇല്ലെങ്കിലേ ഇതണക്കിരിക്കും. അതിനെങ്ങനെ
എവന്റെ അല്ലേ മോള് പിന്നെ എങ്ങനെ ഇരിക്കുന്നുണ്ടാ എന്താ കാണണ അതിനൊരു പിള്ളേരുണ്ടാവില്ലല്ലോ. ഇതുപോലത്തെ ഒരു വിട്ടി ജന്മം കൂടെ ഭൂമിയിലേക്ക് ഇറക്കാത്തതിന് ദൈവത്തിന് നന്ദിയേ. കമലെ നീന്റെ ഭർത്താവിനെ വിളിച്ച് പോവാൻ നോക്കിയാ വെറുതെ വായി തോന്നുന്നില്ല വിളിച്ചു പറയുന്നു. മതിയപ്പാ മതി, ഇന്നത്തേക്ക് ഇത്രയും മതി. ഒന്നുമില്ലേലും ഇവര് നിങ്ങളുടെ കളിക്കൂട്ടുകാരനും കൂട്ടുകാരിയല്ലേ. കൂട്ടുകാരാ ഇവരാ? രണ്ട് കള്ളക്കൂട്ടങ്ങൾ. എന്തിനാണ് സഖാവേ ഇന്നത്തെ പ്രശ്നം? വിജയ നീ തക്ക സമയത്ത് വന്നു. ഇവൻ രാവിലെ തുടങ്ങിയിരിക്കുക ഞാൻ വേലി അങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് നീക്കി എന്ന് പറഞ്ഞു. നീ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി വിജയ. എന്താ രവി, രാവിലെ തന്നെ നമ്മുടെ പാർട്ടിക്കാരനോട് ഒരു തർക്കം? ഈ വിജയൻ ചുള്ളിക്കാടുള്ള കാര്യം മറന്നാ? നോക്കാതെ ചെയ്തിട്ട് ഉദയത്തി, അടുത്ത്. എന്താ വിജയൻ ചുള്ളിക്കാട് സാറേ ഒരു ഭീഷണിയുടെ സ്വരം? സതീശൻ കൃത്യസമയം തന്നെ വന്നു. അതാണ് സതീശൻ. ഡോ വിജയ, താൻ ഏത് പട്ടിക്കാടായാലും വേണ്ടില്ല, തന്റെ പാർട്ടിയുടെ ഗുണ്ടായ്സ് ഉണ്ടല്ലോ നമ്മുടെ ആൾക്കാരോട് വേണ്ട. രവിയുടെ നമ്മുടെ ആളാന്നറിയാലോ. അതിന്റെ പ്രശ്നം അങ്ങേക്ക് ഞാൻ കാണുന്നുണ്ട്. അത് വേണ്ട വിട്ടുപിടി. രവിയുടെ നിങ്ങളോട് എത്ര കാലമായി ഞാൻ പറയുന്നു ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ. തിരുവനന്തപുരത്ത് ഞാൻ വിളിച്ചു പറയിക്കാന്നേ. വിളിച്ചു പറയടാ, തിരുവനന്തപുരത്തെ വേലിയിടില്ല പണി. ഒന്ന് പോടാ. തനിക്ക് എന്താണ് ഒരു പുച്ഛം? തന്റെ പാർട്ടിയെ പോലെ ധരണിയും പിരിവും ആയിട്ട് നടക്കല്ല നമ്മള്, മനസ്സിലായില്ല? നമ്മുടെ പാർട്ടിക്കാർക്കേ നിങ്ങളുടെ പാർട്ടിയിലുള്ള ഭൂഷ്വാക്കളോടാണ് പ്രശ്നം. ഇത്ര കാലം പുരോഗമനം എന്ന് പറഞ്ഞിട്ട് ഒരു തേങ്ങ ഉണ്ടാക്കാണ്ട് ഇപ്പൊ നമ്മുടെ പാർട്ടിയിലുള്ള പാവങ്ങളുടെ നെഞ്ചത്തിട്ടിട്ട് ഒന്ന് കൊറേ കാലല്ലോ സഖാവേ ഈ കസേരയെ കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട് മാറ്റൊന്നും കണ്ടില്ലല്ലോ. നിങ്ങൾ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇനി കുറച്ചാലം നിങ്ങൾക്കെതിരെ ഒരു തിരുത്തൽ സമരം നടത്തി നോക്ക്. ചിലപ്പോൾ ഇങ്ങോട്ട് വന്ന് നീ ഉമ്മാരെടുത്ത് അടികൂടാതെ എന്റെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി. ഇവനെ കൊണ്ട് വലിയ ശല്യമായി വന്നിരിക്കുകയാണ്. കുറെ നാളായി രവി ഈ പ്രശ്നം തുടങ്ങി. ഇത് പെട്ടെന്ന് പരിഹാരം കണ്ടില്ലെങ്കിലേ കളി മാറുവേ. പിന്നെ അവരെന്റെ സ്ഥലം അടിച്ചെടുക്കുന്നത് നോക്കിയിട്ട് ഞാനിവിടെ വെറുതെ ഇരിക്കണോ? സതീശ, എനിക്ക് നീതി കിട്ടണം. കിട്ടിയിരിക്കും. എന്റെ മാവിലെ മാങ്ങയൊക്കെ പൊട്ടിച്ചുകൊണ്ട് പോയപ്പോഴേ നിന്റെ നീതി എവിടെ പോയി? മൂന്നാറിന്റെ ടൂറിന് പോയതാ. വേണ്ട വേണ്ട. അല്ല പിന്നെ ഇവരത് ഇത്രയും പറയുന്നുണ്ടല്ലോ. ഈ മാവിന്റെ മേലെ നിന്ന് വീഴുന്ന ഇല മുഴുവനും അടിച്ചു വരുന്നത് ഞാൻ. അടിച്ചു വരുന്ന ഇല മുഴുവൻ എന്റെ പറമ്പിലേക്കല്ലേ ഇടുന്നേ. നമ്മളെ മാവ് മാങ്ങ മുഴുവൻ ഇങ്ങക്ക് ഇല നമ്മക്ക് എന്ത് കൂത്ത്. ജാനകി കുറച്ച് വെള്ളം. ഇയാളിതെന്ത് ചെയ്തിട്ട് ഇയാൾക്കിപ്പൊരു വെള്ളം? എനിക്കും കുറച്ച് വെള്ളം എടുത്തോ. അല്ല വിജയ, നീ എന്താ ഈ വഴിക്കൊക്കെ? അതെ, അടുത്ത ആഴ്ച നമ്മുടെ പാർട്ടിയുടെ ഒരു മനുഷ്യച്ചങ്ങല പരിപാടിയുണ്ട്. അതിന്റെ ഫണ്ടിന്റെ കാര്യമായിട്ട് വന്നതായിരുന്നു. അല്ല സതീശ, നീയും വല്ല ഫണ്ട് പിരിവിനെല്ലാം വന്നതാണോ? ഞാൻ ഈ തർക്കം കേട്ടപ്പോ ചുമ്മാ ഇങ്ങോട്ട് കയറിയതാ. പക്ഷെ ഒരു കാര്യമുണ്ട്. അത് നന്നായി. ഏതായാലും ഒരു കാര്യമുണ്ട്. 2 ആഴ്ചക്കകം നമ്മളുടെ ഭാരതയാത്ര ഉണ്ട്. അപ്പോ വീട്ടിൽ സഹകരണമൊക്കെ വേണം. ഓഹോ, നീ ഇപ്പൊ വെള്ളം കുടി. കർത്താവിന്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്. രാജാവിന്റെ കോപം സിംഹഗർജനം പോലെയാണ്. അവന്റെ പ്രീതി ആവട്ടെ പുൽക്കൊടിയിലെ മഞ്ഞൾ തുള്ളികൾ പോലെ. ചൂരൽമലയിലെ സഹോദരൻ എത്തിയല്ലോ. ഏഷ്ണിക്കാരന്റെ വാക്കുകൾ സ്വാദുള്ള അപ്പക്കഷ്ണങ്ങൾ പോലെയാണ് ഇത്ര. അറിവില്ലാത്തവന്റെ ഉത്സാഹം ശേഷകരമല്ല. സഹോദര, തൽക്കാലത്തെ പ്രശ്നം ഇവിടെ ഞങ്ങള് മാനേജ് ചെയ്യാം. വിട്ടുപിടിച്ച് അവസാന കാലത്ത് ദുഷ്കരമായ ഒരു കാലം വരും. അപ്പോൾ അവിടെ സ്നേഹമില്ല, സമാധാന വൃദ്ധരായി തീരും. ഇപ്പൊ നടന്നാലേ ബാക്കിയുള്ള നാട്ടുകാരോട് ഈ കഥ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ പെട്ടെന്ന് വിട്ടോ. എല്ലാം കർത്താവിന്റെ പ്രവൃത്തികളാണ്. കർത്താവിന് പണിയാത്തവൻ പാപിയാണ്. പാപി ചെല്ലുന്ന ഇടം പാതാളമാണ്. ഈശ്വര, ഈ പണിയും ബംഗാളി കൊണ്ടുപോയല്ലോ. മഴ പെയ്ത നിന്റെ ഭാഗ്യം. ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരായിരുന്നു. സതീശ, എനിക്ക് ഇതിനൊരു പരിഹാരം കാണണം.
ശരിയാണ്. വിജയ നീയും വിട്, മഴ വരുന്നു. ഹരി നമ്മുടെ ആ ഫണ്ടിന്റെ കാര്യം മഴയെ തീരുത്ത വേഗം വല്ല ചുള്ളിക്കാണിച്ചു കാണിക്കാൻ വിജയ. ആള് എത്തിയിട്ട് വിളിച്ചോ? ആ എത്തിയിട്ട് വിളിച്ചു. നാളെ വിളിക്കാനും പറഞ്ഞു. വേഗം ഫോണും വെച്ചു. ആ ക്ഷീണം കാണും. എന്തൊരു മഴയത്. നാളെ നേരം വെളുക്കുമ്പോഴത്തേക്ക് മഴയൊക്കെ അങ്ങ് നിന്നോളുന്നേ. ഈ മഴ ഇങ്ങനെ പോയാൽ നമ്മുടെ കൃഷിയൊക്കെ അങ്ങ് നശിച്ചു പോവല്ലോ. നിങ്ങൾ സമാധാനമായിട്ട് വന്ന് കേൾക്കാൻ നോക്കും. ഒരൊച്ച. അയ്യോ ഭയങ്കരമായി കാറ്റടിക്കുന്നുണ്ട്. ആ ജനല് തുറന്നു തോന്നുന്നു. നോക്കട്ടെ. അയ്യോ ജനലല്ല, വാതില. നമ്മളെ വീട്ടിൽ വെള്ളം കയറി. അയ്യോ सन तेरा तौबा 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 काटी रात मैंने खेतों में तू आई नहीं. A massive landslide has struck, leaving behind devastation and chaos. In the Wayanad district, homes have been buried, roads have been destroyed, and families are desperately searching for their loved one. Rescue teams are battling against time and relentless rain to pull survivors from the rubble. Many are injured, and the entire state of Kerala mourns this heartbreaking tragedy. Families wait in fear, hoping for news of those still missing. Authorities confirm that the worst-hit areas are Mundakai, Choromala, and Punjirimadam. Relief efforts are underway, with emergency responders and locals joining hands to provide aid and shelter to the affected.
പോയിരുന്നോ? എല്ലാരും പോയി മോളെ. കമല, രവി എല്ലാരും പോയി. ഹരിയേട്ടൻ രക്ഷിക്കാൻ നോക്കിയതാ, പറ്റിയില്ല. എല്ലാരും പോയി മോളെ. വാളു മോളെ, മണ്ണിന് വേണ്ടി കടിപിടി കൂട്ടിയ എനിക്ക് ആ മൺതരിയിൽ ഒരെണ്ണം എടുക്കാനോ അവിടെ ഒന്ന് കാലുറപ്പിച്ച് നിൽക്കാനോ ഇനി കഴിയില്ല മോളെ. താഴെ വീഴുന്ന മാമ്പഴത്തിന്റെ കണക്ക് പറഞ്ഞ് തർക്കിക്കാൻ ബാക്കി വയ്ക്കാതെ എന്റെ കൂട്ടുകാരെ അതിർത്തികളും വേലികളും ഇല്ലാത്ത ലോകത്തിലേക്ക് ആരോ കൂട്ടിക്കൊണ്ടുപോയി. ഒരു മലവെള്ളപ്പാച്ചിൽ. മനസ്സിലും മണ്ണിലും അതിരുകൾ വരച്ചിട്ടിരുന്ന എനിക്കിപ്പോ ഒരു കാര്യം ബോധ്യമായി. ഒരു മഴയിൽ, ഒരു ഉരുൾപൊട്ടലിൽ മാഞ്ഞു പോകാവുന്ന അതിർത്തികളും വേലിക്കെട്ടുകളും മാത്രമേ ഈ ലോകത്തുള്ളൂ. ആറടി മണ്ണിലെ അന്ത്യനിദ്ര മാത്രം മനസ്സിൽ കണ്ട് എനിക്കിപ്പോ പക്ഷേ എന്റെ മുന്നിൽ ഒരു ചിത്രമുണ്ട്. മോളുടെ മുഖം, നിന്നോടുള്ള കരുതൽ. മോളുടെ അച്ഛനെയും അമ്മയും പോലെ ആവാൻ ഞങ്ങൾക്കാകുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ മോക്ക് സ്നേഹിക്കാൻ, മോളെ സ്നേഹിക്കാൻ ഞങ്ങളുണ്ടാവും. മോളെ മരിക്കാൻ പറ്റുന്നു.